ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വേൾഡ് കപ്പ് കാണുക എന്നുള്ള സ്വപ്നത്തിൻ്റെ തൊട്ടടുത്തെത്തിയേക്കുവാണ്. അപ്പം ആദ്യത്തെ കളി കാണാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ കളിയായ സ്പെയിനും കോസ്റ്റാറിക്കയും തമ്മിലുള്ള കളിയാണ് ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു 300 മീറ്റർ തൊട്ടടുത്തായി. പക്ക എക്സൈറ്റ്മെൻ്റ് ആണ്. ഏറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഒത്തിരി പേരുടെ സ്വപ്നമാണ് ഒരു വേൾഡ് കപ്പ് കാണുക എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇനി വരാൻ സാധ്യത കുറവാണ്. ഇത്രയും തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം നടത്താൻ വേണ്ടി എൻ്റെ ക്യാമറയും ലെൻസും ജിമ്പലും ഒക്കെ വിറ്റിട്ടാണ് ഞാൻ ഇവിടെ എത്തിയേക്കുന്നത്. കുറച്ചേലും പേര് വിചാരിക്കും നിനക്കെന്നെ വട്ടാണോ, ഇതൊക്കെ വിറ്റിട്ടാണോ പോകുന്നതെന്ന്. പക്ഷേ അതൊക്കെ ഇനി എനിക്ക് മേടിക്കാൻ പറ്റും. ഈ ഒരു വേൾഡ് കപ്പ് ഇനി 4 കൊല്ലം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ വിറ്റു. ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള എൻ്റെ യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ്റെ ഒത്തിരി ഫാൻസ് വന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഇതാ ഞാൻ സ്റ്റേഡിയത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല, പക്ക ആംബിയൻസ് ആണ്. സ്പെയിൻകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്പെയിൻകാർ ഫുട്ബോളിന്റെ തന്നെ നാടാണ് സ്പെയിൻ. ഫുള്ള് സ്പെയിൻ ഇവിടെ തകർക്കുകയാണ്. വളരെയധികം എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഇനി ഏതാനും കുറച്ച് സമയം കൂടെ ഉള്ളൂ കളി തുടങ്ങാൻ. അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ കാഴ്ച ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വേൾഡ് കപ്പ് കാണുക എന്നുള്ള മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ സ്റ്റേഡിയത്തിന്റെ വെളിയിലാണ് നിൽക്കുന്നത്. സ്പെയിനു വേണ്ടിയാണ് ഞാൻ വിജയ് വിളിക്കുന്നത്. പക്ഷെ നാട്ടിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ എപ്പോഴും സ്പെയിനെതിരെ ജയ് വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഞാൻ പക്ഷെ സ്പെയിനു വേണ്ടി ജയ് വിളിക്കുകയാണ്. അവനിത് കാണുമ്പോൾ എന്നോട് ഒരു അസൂയ തോന്നും. ഇവരൊക്കെ എന്തിനാ സ്പെയിനെ സപ്പോർട്ട് ചെയ്തത്? പക്ഷെ അതൊന്നും വിഷയമില്ല. നമ്മളിപ്പോ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സ്പെയിൻമായ കേട്ടോ. നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. എൻ്റെ ഗേറ്റ് നമ്പർ 25 ആണ്. ഇതിപ്പോ ഗേറ്റ് നമ്പർ 70. സ്പെയിനിൽ നിന്നും കോസ്റ്ററിക്കയിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ പേര് കളി കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലും വന്നേക്കുന്നത് സ്പെയിനിൽ നിന്നാണ്. സ്പെയിൻ്റെ കാര്യം പിന്നെ അറിയാലോ, ടിക്കിട്ടക്ക കളിയൊക്കെ അവരുടെ അല്ലേ. അപ്പം സ്പെയിൻ ഗേറ്റ് നമ്പർ 8. ഈ സ്റ്റേഡിയം അടിപൊളി കേട്ടോ. നിരവധിയായ വെറൈറ്റി ഫാൻസുകളെ കാണാം കേട്ടോ. ഓരോരോ
ഇങ്ങനെ കുറെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവരോടെയൊക്കെ നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി. വളരെ കിടിൽ ലുക്കിലാണ് ഇവരിവിടെ. വേറെ വേഷവിധാനങ്ങളൊക്കെ കാണും, നല്ല രസമാണ്. ഭയങ്കര ക്രൗഡാണ്. ഗേറ്റ് നമ്പർ 21 ആയി. 25ലേക്കാണ് പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ വേൾഡ് കപ്പ് കാണുക, നേരിൽ പോയി ഒരു കളി കാണുക എന്നുള്ള സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ്. ഗേറ്റ് നമ്പർ 25 ആണ്. ഗേറ്റ് നമ്പർ 24 എത്തി. 25ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലത്തെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കാണുമ്പോൾ പോലെയുള്ള ക്യൂ ഒക്കെ നിൽക്കേണ്ടതൊന്നും വല്ല കേട്ടോ. എല്ലാം
അടിച്ചു പൊളിച്ചുള്ള സെലിബ്രേഷൻ. സ്പെയിൻകാരുടെ ഫാൻസ് കൊള്ളാം, അടിപൊളി. അങ്ങനെ എൻ്റെ സ്വപ്നമായ വേൾഡ് കപ്പ് കാണുന്നതിനുള്ള ആദ്യ കളി കണ്ടു. ഇനി ബാക്കി 2 കളിയൊക്കെ ഉണ്ട്, അതിലൂടെ കാണാം.